ഞാൻ പാലക്കാട് നഗരസഭയിൽ 13-ാം വാർഡ് പുത്തൂർ നോർത്തിൽ നിന്നും 2000 to 2005 വരെയും 2010 to 2015 വരെയും കൗൺസിലറായിരുന്നു. ഈ 2010 to 2015 വരെയുള്ള കാലയളവിൽ ആദ്യത്തെ 2.5 വർഷം ഞാൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്നു. അതിനുശേഷം ഇടയിൽ വന്ന 2005-2015 വർഷങ്ങളിൽ ആ ടേമിൽ സംഭരണ വാർഡായതുകൊണ്ട് നിൽക്കാൻ പറ്റിയിരുന്നില്ല. ഈ കഴിഞ്ഞ 2020 ജനറൽ വാർഡായപ്പോൾ എന്നെ നിർത്തിയിരുന്നില്ല. കാരണം 2015 മുതൽ ഞാൻ വേറൊരു പാർട്ടിയിൽ പോയി എന്നുള്ളൊരു പ്രചരണം വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ എൻ്റെ പ്രദേശത്തു നിന്നും ഒഴിവാക്കപ്പെടുകയും ചെയ്തുകൊണ്ട് ഞാൻ പിന്നെ ഒരു പാർട്ടിയിലും പ്രവർത്തിക്കാതെ ഏകദേശം 10 വർഷത്തോളം വെറുതെ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും പ്രവർത്തനം കൊണ്ടുവരണമെന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഇരിക്കുമ്പോഴായിരുന്നു ഇങ്ങനെ എനിക്ക് CPM-മായി ചേർന്ന് പ്രവർത്തിക്കാനും അതോടെ മുന്നോട്ട് നീങ്ങാനുമാണ് ഇപ്പോൾ ഞാൻ എടുത്ത തീരുമാനത്തിൻ്റെ പ്രകാരം ഞാനിവിടെ എത്തുകയായിരുന്നു. 2000 വർഷം പാലക്കാട് നഗരസഭയിൽ 2000 തൊട്ടായിരുന്നു ഈ എല്ലാ കച്ചവടങ്ങളുടെയും അഴിമതിയുടെയും എല്ലാം ആ 2000 വർഷത്തിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കൗൺസിലറായ സമയത്ത് അന്ന് കുറേ ടീമുകളുണ്ടായിരുന്നു ഈ കോൺഗ്രസ്സിൽ. അവരും കുറേ BJP-യിലെ ആൾക്കാരും ചേർന്ന് അവിടെ ഒരു സംയുക്ത പാർട്ടിയാണ് അവിടെ യഥാർത്ഥത്തിൽ പാലക്കാട് നഗരസഭ ഭരിച്ചിരുന്നത്. ഇന്നും അതുതന്നെയാണ് അവസ്ഥ. ഭരണം ആരായിക്കോട്ടെ. പക്ഷേ ഈ UDF കുറച്ച് ആൾക്കാരും അവരുടെ ഭരണകക്ഷിയിലെ കുറേ ആൾക്കാരും ചേർന്ന ഒരു ടീമായിരുന്നു എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുകയും അവരെന്ത് പറയണോ അതേപോലെ നമ്മൾ അനുസരിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ അവർ ഇതേപോലെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിപ്പിക്കും. അല്ലെങ്കിൽ അടുത്ത കൗൺസിൽ ഇലക്ഷൻ വരുമ്പോൾ അവരൊരു റിബലിനെ ഇവിടെ കൊണ്ടു നിർത്തി അവർക്ക് വിലപേശി അവർക്ക് വാങ്ങിക്കൊടുക്കുന്ന ഒരു പ്രവണത ഉള്ളതുകൊണ്ട് ആരും ഇവരുടെ ഈ ടീമിനെതിരെ ഒരു വാക്കുപോലും സംസാരിക്കില്ല. അതുകൊണ്ട് അവർ എന്ത് കാട്ടിയാലും ജയിക്കും, അവർ പറഞ്ഞത് നടക്കും എന്നുള്ള ഒരു ധാരണ അവർക്ക് ഉറപ്പ് വരികയും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അതിൽ യാതൊരു മാറ്റമില്ല. 10 കൊല്ലം ഇപ്പോൾ കോൺഗ്രസ് അല്ല UDF ആരാ ഭരിക്കുന്നതല്ല അവിടെ പ്രശ്നം. അവിടെ പ്രശ്നം സംയുക്ത ടീമാണ് അവിടെ നിയന്ത്രിക്കുന്നത്. ഇപ്പോഴും അതിനൊരു യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഇന്നും അവിടെ അതേപോലെ തന്നെയാണ്. ഭരണം മാറിയാലും ആ കൗൺസിലർമാർ പഴയ കൗൺസിലർമാർ ഇപ്പോഴും അതേപോലെ എല്ലാ വർഷവും എല്ലാ ടേമിലും അവർ അവിടെ ഉണ്ടാവും. സംഭരണ വാർഡായാൽ ഇപ്പോൾ എൻ്റെ വാർഡ് സംഭരണ 2 പ്രാവശ്യം ഞാൻ 2 പ്രാവശ്യം ഒഴിവായി. കാരണം അന്യ വാർഡിൽ പോയി നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവിടെയും കോൺഗ്രസ്സുകാരുണ്ടാവും. അവരുടെ പോയിട്ട് ഇടയിൽ അവരും ബാധിക്കും. പിന്നെ അതെല്ലാം കൂടി പ്രശ്നവുമെന്ന് ഉള്ളത് കൊണ്ടാണ് ഞാൻ എന്നെ മാറ്റി വേറൊരു വാർഡ് തരാറാണ് അന്ന് അടുത്ത വാർഡ്. അവിടെ ഒന്നും പോവാതെ എൻ്റെ വാർഡിൽ തന്നെ നമ്മൾ ആ സംഭരണമാണെങ്കിൽ വേറെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ചരിത്രമാണ് എനിക്കുള്ളത്. ഒരു പ്രാവശ്യം ഞാൻ പോയിട്ടില്ല. ഇവരങ്ങനെയല്ല. ഈ വർഷം 5 കൊല്ലം ഇവിടെ ഭരിച്ചാൽ ഇത് അടുത്ത കൗൺസിലറായാൽ ഇത് അടുത്ത പ്രാവശ്യം സംഭരണം എന്നുള്ള ഉറപ്പുകൊണ്ട് അടുത്ത വാർഡിൽ ഇവർ പ്രവർത്തനം തുടങ്ങും. അങ്ങനെ അവിടെ പോയി കോൺഗ്രസ്സിനെ അവരെ വരാതാക്കാൻ അവരെ മത്സരിപ്പിക്കാതിരിക്കാൻ ഇവർ വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അവരെ അവിടെ നിന്ന് മത്സരരംഗത്ത് മാറ്റിയാൽ പിന്നെ ഇവർ ഏകപക്ഷീയമായി ഇവർ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ എല്ലാ ഭാഗത്തും കോൺഗ്രസിൻ്റെ എവിടെയൊക്കെ വാർഡുണ്ടോ അവിടെയൊക്കെ ഇവരുടെ വാർഡ് സംഭരണമായാലും ഇവർ മുനിസിപ്പാലിറ്റിയിൽ വരാനുള്ള കാരണം അന്യ വാർഡ് പോയി നിന്ന് ജയിക്കുകയും നിൽക്കുകയും അവിടുത്തെ UDF-ൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ ഒരാൾ മത്സരിക്കണമെന്ന് താല്പര്യമുള്ളവരെ വീട്ടിൽ പോയി ചെന്ന് കണ്ട് അവരെ ഒതുക്കി തീർക്കുകയും സ്ഥാനമാനങ്ങളും മറ്റുമൊക്കെ വാഗ്ദാനം ചെയ്ത് അവരെ പിന്തിരിപ്പിക്കുകയും അങ്ങനെ ഏകപക്ഷീയമായി ഇവിടെ രംഗപ്രവേശം ചെയ്യുകയും മത്സരിക്കുകയും ജയിക്കുകയും ഇങ്ങനെയാണ് അവർ ഇതുവരെയും 2000 തൊട്ടിട്ട് ഇപ്പോഴും 2025 അടുത്ത കൊല്ലം ഇലക്ഷനാണ്. ഇപ്പോഴും അവിടെ പഴയ കുറേ ആ ടീം ഇപ്പോഴും അവിടെ കറക്റ്റായിട്ടുണ്ട്. പക്ഷേ വാർഡ് നമ്പർ മാത്രം മാറും.